ഇപ്പോൾ ബഹുമാന്യ ഹുസൈൻ സലഫി തന്നെ അദ്ദേഹം വളരെ നന്നായി തൗഹീദ് പറഞ്ഞു തന്നൊരു മനുഷ്യനാണ്. വളരെ നന്നായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആളുകൾക്ക് നന്നായി ഗ്രഹിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ചില പ്രായം ചെന്ന ഉമ്മമാർക്ക്. കാരണം ഇദ്ദേഹം നന്നായിട്ട് നീട്ടിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഉമ്മമാരൊക്കെ ഇങ്ങനെ കേട്ട് കൊള്ള നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗം കേട്ട് ഒരുപാട് ആളുകൾക്ക് ഈ തൗഹീദ് പഠിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം പോയി ഇതിൽ കയറി. എന്താ സംഭവിച്ചത്? അദ്ദേഹം സമ്മേളന പ്രചരണത്തിൽ നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടു. എന്നാൽ ഇദ്ദേഹം സമ്മേളനത്തിൽ വന്ന് നടത്തിയ പ്രസംഗം അതെന്താ ഇദ്ദേഹം പറയുന്നത് കേട്ടോ? എന്ന് പറയാൻ നമുക്ക് സാധിക്കുമായിരുന്നു. സക്കരിയ മൗലവി ഇല്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ജബ്ബാർ മൗലവി വാദവുമായി വന്നിട്ടില്ലായിരുന്നെങ്കിൽ, മടവൂരിസം എന്ത് ആരോപിച്ചോ അത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഗൂഢതന്ത്രം നടത്തിയ കുട്ടിവീശികൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, അത് വേറൊരു വിഷയമാണ്, സബ്ജക്റ്റാണ്. കുട്ടിവീശി, ആ കുട്ടിവീശി ഇപ്പൊ ഇറങ്ങിടക്കുക. തന്തവീശി ഇവിടെ വന്നിട്ടൊന്നും നടന്നിട്ടില്ല, പിന്നല്ല ഈ കുട്ടിവീശി. മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഈ വാദഗതികൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു. ഇനി കേട്ടോ, തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട്. എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ്. അവർ നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. എന്താ ചർച്ചയുടെ ദുർബലമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനം നമുക്കൊന്ന് ശരിയാക്കിയാലോ? ഇതാണ് ചർച്ച. ആ ചർച്ച വേണോ? ഇദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ കേട്ടോ? പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അല്ലാത്തവരെ വിളിച്ച് തേടാൻ, പുത്തമ്പള്ളി വലിയനെയോ അല്ലെങ്കിൽ ആരെ വിളിച്ച് തേടാനും ഞങ്ങളെടുത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുവരും ഒരു ദുർബല ഹദീസ്. യാ ഇബാദല്ലാഹ് ഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിലെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായൊരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളത്? ഒരു ചർച്ചയില്ല. ദുർബല ഹദീസിനെ പറ്റി പിന്നെന്ത് ചർച്ചയാണ്? നമുക്ക് വിജനപ്രദേശത്തും ഏത് പ്രദേശത്ത് പോയാലും എവിടെ അകപ്പെട്ടാലും അല്ലാ എന്നല്ലാതെ യാ ഇബാദല്ലാഹ് അങ്ങനൊരു വിളിയില്ല. മുൻഗാമികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഒരു സഹിയാന്ന് വിചാരിച്ച് ചെയ്തെങ്കിൽ അവരവരുടെ കാര്യം കൊണ്ട് പോയിക്കോട്ടെ. അവർ ഏതു പറഞ്ഞാൽ നമ്മൾ ആരും അതിന്റെ പിന്നാലെ കൂടണ്ട. നമുക്കത് ഹദീസ് സഹിയല്ല, അതിൽ പറയുന്ന ആശയവും സഹിയല്ല. പിന്നെ നമ്മളത് ചെയ്താൽ ഇത് സമ്മേളനത്തിന് മുമ്പ് വലിയ അപകടത്തിലേക്ക് പോകും എന്ന് സമ്മേളനത്തിന് മുമ്പുള്ള ബോധോദയം. എന്നിട്ട് ആ സമ്മേളനത്തിൽ വന്നിട്ട് ചർച്ചയ്ക്ക് പോകണമെന്ന് പറഞ്ഞത് അല്ലേ? ഈ അപകടം പിടിച്ച വാദം, ആ വാദം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോണോ? ഇനി അത് മാത്രല്ല, നീട്ടി തന്നെ അദ്ദേഹം പറഞ്ഞുവല്ലോ, വിശദീകരിച്ചുവല്ലോ. ഇസ്ലാമിന്റെ ആദർശം വളരെ സുന്ദരമാണ്. ഇസ്ലാമിന്റെ ആദർശം മനസ്സിലാക്കിയവരാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ. ഒരാളോടും ഒരു സ്ഥലത്ത് വെച്ചും വിളിച്ചു തേടാൻ പാടില്ല. അത് വിജനപ്രദേശത്താണെങ്കിലും ജനനിബിഡമായ സ്ഥലത്ത് വെച്ചാണെങ്കിലും ഒരു മലക്കിനോടും സഹായം തേടിക്കൂടാ, ഒരു ജിന്നിനോടും സഹായം തേടിക്കൂടാ, ഒരാളോടും സഹായം തേടിക്കൂടാ. ഇസ്ലാം പഠിപ്പിക്കുന്ന ആ കൃത്യമായ നിയമത്തിനെതിരെ ഇനിയും പ്രചരണങ്ങൾ നിർത്തൂ. അതേ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നാം കൃത്യമായി നമ്മുടെ ആദർശം നമുക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞു ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. എന്നിട്ട് പിന്നെ എന്തിന് തർക്കിക്കണം മുസ്ലിമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാലല്ലേ അതിന്റെ പേരിൽ ചർച്ച വേണ്ടതുള്ളൂ. യാ ഇബാദല്ലാഹ് അഈനൂനി, വിജനപ്രദേശത്തെത്തുമ്പോൾ
ജിന്നുകളെ എന്നെ സഹായിക്കണേ, അതല്ലെങ്കിൽ മലക്കുകളെ സഹായിക്കണേ, അടിമകളെ എന്ന് വിളിച്ച് തേടിയാൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഗവേഷണം നടത്തി സമയം കളയണം സഹോദരാ? ആ ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ, ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ. സ്വഹീഹല്ലാത്ത ഒരു ഹദീസിന്റെ പേരിൽ എന്തിന് ചർച്ച ചെയ്ത് സമയം കളയണം? വെറുതെ എന്തിന് സമയം കളയണം? എന്തിന് അതിനു വേണ്ടി പണം ചെലവാക്കണം? എന്തിനു വേണ്ടി യാത്ര പോകണം? ദുർബലമല്ലേ? സ്വഹീഹല്ലല്ലോ, സഹീഹായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ സമ്മേളനത്തിൽ വന്നപ്പോ അതിങ്ങനെ പോക്കറ്റ് കയറി? അത് ആരോ പണമാണ്, മനസ്സിലാക്കണം. അത് ആരോ പണമാണ്, മനസ്സിലാക്കണം. അല്ല വെറുതെ അത് പോക്കറ്റ് കയറൂല. ഇത് സമ്മേളനത്തിന് മുമ്പുള്ളതാ. ഇനി മാന്യ സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന്റെ വൈരുദ്ധ്യം ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എങ്കിൽ അതേ കേട്ടോളൂ, വ്യക്തമായി തന്നെ ഒന്നിച്ചെല്ലാം കൂടി കേട്ടോളൂ. എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്, കൂട്ടമായി ചർച്ച ചെയ്യണം. ദുർബലമായ ഹദീസാണ്. ഇതിന്റെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളത്? ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്, കൂട്ടമായി ചർച്ച ചെയ്യണം. എന്നിട്ട് പിന്നെ എന്തിന് തർക്കിക്കണം മുസ്ലിമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാലല്ലേ അതിന്റെ പേരിൽ ചർച്ച വേണ്ടതുള്ളൂ. ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്, കൂട്ടമായി ചർച്ച ചെയ്യണം. വിജനപ്രദേശത്തെത്തുമ്പോ ജിന്നുകളെ എന്നെ സഹായിക്കണേ, അതല്ലെങ്കിൽ മലക്കുകളെ സഹായിക്കണേ, അടിമകളെ എന്ന് വിളിച്ച് നേടിയാൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഗവേഷണം നടത്തി സമയം കളയണം സഹോദരാ? ആ ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ, ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ. സ്വഹീഹല്ലാത്ത ഒരു ഹദീസിന്റെ പേരിൽ എന്തിന് ചർച്ച ചെയ്ത് സമയം കളയണം? ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്, കൂട്ടമായി ചർച്ച ചെയ്യണം. എന്തിന് തർക്കിക്കണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ആ വിഷയത്തിൽ ഉണ്ടെങ്കിലല്ലേ തർക്കം വേണ്ടത്. ഇല്ലല്ലോ, അവിടുന്ന് പഠിപ്പിച്ചത് സ്വഹീഹില്ലല്ലോ. പിന്നെ ഒന്ന് സങ്കല്പിച്ച് എന്തിന് ചർച്ച ചെയ്യണം? ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്, കൂട്ടമായി ചർച്ച ചെയ്യണം. എന്തിന് ചർച്ച ചെയ്യണം? ഹദീസ് ഇല്ലല്ലോ, സഹീഹായി വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിന് സങ്കല്പിച്ച് ചർച്ച ചെയ്യണം?